ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് യൂട്യൂബിൽ 179 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. സോ ഇന്ന് ഞങ്ങളുടെ യാത്ര വണ്ടർലയിലേക്കാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും ഒന്നും തന്നിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ വണ്ടർലയിലേക്ക് ട്രിപ്പ് പോവാണ്. രാത്രി ഇപ്പോൾ സമയം ഒരു 12 മണി 1 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഊബർ വിളിച്ചാണ് പോകുന്നത്. സോ ഊബർ വിളിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അവിടെയാണ് ഊബർ വരുന്നത്. അപ്പം നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സാന്ദ്രയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാന്ദ്രയുടെ അച്ഛൻ ഞങ്ങളുടെ പിറകെ വന്ന് ഞങ്ങളെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. അത് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങൾ ഓട്ടോയിലിരുന്ന് കുറച്ച് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് സമയം കണ്ടോ ഒന്നൊന്നായി. സോ ഞങ്ങൾ വിഷയമാണ് ഈ ഒരു ലക്കി നമ്പറാന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഓട്ടോയിലിരുന്ന് ട്രാവൽ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ കുറേ നാളത്തൊരു ഡ്രീം ട്രിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. സോ ഞങ്ങൾക്ക് ഇനി മെയിനായിട്ടുള്ള പരിപാടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. സോ ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് എടുക്കാനാണ്. സോ അതിനു മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണമല്ലോ. സോ ഇവർ വണ്ടർലയിലെ ടിക്കറ്റൊക്കെ ഒന്നുകൂടെ നോക്കുകയാണ്, എല്ലാം കറക്റ്റ് വെച്ചുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വണ്ടർലയിൽ പോയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 6 വർഷത്തിൽ കൂടുതൽ എന്തായാലും ആവും. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോഴാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ പ്ലേസസൊക്കെ കുറച്ച് ഓർമ്മയുണ്ടെങ്കിലും വീണ്ടും പോകുന്നൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏറനാടിലാണ് പോയത്. 3 മണിക്കായിരുന്നു കേട്ടോ ഏറനാട്. അങ്ങനെ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. പിന്നെ ഞങ്ങൾ നേരെ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. 9 മണിയല്ല, ആക്ച്വലി 7 മണിയൊക്കെ ആയപ്പോൾ എത്തി തോന്നുന്നു. മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശയല്ല, പ്ലെയിൻ ദോശയാട്ടോ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടർലയിലേക്ക് പോയിട്ടോ. വണ്ടർലയിൽ അകത്തുള്ള കാര്യങ്ങളുടെ ഒന്നും വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫോൺ അകത്ത് കൊണ്ടുപോയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ചാച്ചാ. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് യൂട്യൂബിൽ 179 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. സോ ഇന്ന് ഞങ്ങളുടെ യാത്ര വണ്ടർലയിലേക്കാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും ഒന്നും തന്നിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ വണ്ടർലയിലേക്ക് ട്രിപ്പ് പോവാണ്. രാത്രി ഇപ്പോൾ സമയം ഒരു 12 മണി 1 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഊബർ വിളിച്ചാണ് പോകുന്നത്. സോ ഊബർ വിളിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അവിടെയാണ് ഊബർ വരുന്നത്. അപ്പം നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സാന്ദ്രയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാന്ദ്രയുടെ അച്ഛൻ ഞങ്ങളുടെ പിറകെ വന്ന് ഞങ്ങളെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. അത് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങൾ ഓട്ടോയിലിരുന്ന് കുറച്ച് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് സമയം കണ്ടോ ഒന്നൊന്നായി. സോ ഞങ്ങൾ വിഷയമാണ് ഈ ഒരു ലക്കി നമ്പറാന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഓട്ടോയിലിരുന്ന് ട്രാവൽ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ കുറേ നാളത്തൊരു ഡ്രീം ട്രിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. സോ ഞങ്ങൾക്ക് ഇനി